നിന്റെ സാമ്പത്തിക മേഖലകളിൽ അല്ലെങ്കിൽ ഭൗതിക മേഖലകളിൽ ആമേൻ ചലനമില്ലാത്ത കിടക്കുന്ന വിഷയത്തെ അവൻ ഇന്ന് ചലിക്കുന്നത് ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുവാൻ കഴിയുമ്പോൾ ആമേൻ ആത്മാവിൽ കണ്ട് അവൻ ഒന്നും മനസ്സുകൊണ്ട് പുറമെ കണ്ടിട്ടില്ല. ആമേൻ കാഴ്ചയാൽ അല്ലെന്ന് വിശ്വാസത്താൽ കാണണം. സ്തോത്രം. ഇന്ന് രാത്രി കാലം വിശ്വാസത്താൽ കാണുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ ഒരു ഡിവൈൻ പവർ, ഒരു ഡിവൈൻ മൂവ്മെന്റ് ആമേ ഇന്ന് രാത്രികാലം ചലിക്കാത്തത് ചലിക്കുവാൻ, ചലനമറ്റത് ചലിക്കുവാൻ ആമേ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാമോ? കരയുന്ന വിഷയത്തിന് മറുപടി. നമുക്കറിയാം, ഈ സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുമ്പിൽ പിറവിയിലെ കുരുടനായി ആരോ എടുത്തുകൊണ്ട് വെക്കുന്നു, ആരോ എടുത്തുകൊണ്ട് പോകും. നമുക്ക് അഭിഷേകയുടെ രീതി അറിയാമല്ലോ. എന്നാൽ അവിടെ പത്രോസും യോഹന്നാനും കൂടെ ചെന്നുമ്പോൾ വല്ലതും കിട്ടുമെന്ന് സ്വരെ നോക്കി പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവവേദനെ ഭൗതികമായ വിഷയങ്ങളെക്കാൾ, ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ, ഭൗതികമായ നന്മകളെക്കാൾ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം ആത്മീയമായ മേഖലകളിലാണ്. സ്തോത്രം. രോഗത്താൽ ക്ഷീണിച്ച് പ്രയാസത്തിൽ ഭാരപ്പെടുന്ന വിഷയത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേ സ്തോത്രം, നിന്നെ മുടിക്കുവാൻ, നശിപ്പിക്കുവാൻ അല്ലെന്നേ ഇന്ന് രാത്രികാലം വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ദൈവം ഇടയാക്കിത്തീരട്ടെ. ഇന്ന് രാത്രികാലം ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. പിന്നെയും ആമേൻ നിന്റെ മേൽ ഒരു അഭിഷേകം വീഴുമോ? ഇന്ന് രാത്രികാലം നീ കുഞ്ഞെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആമേ സ്തോത്രം, അഭിഷേകത്തിന്റെ ശക്തി ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ ചില മേഖലകളെ ചലിപ്പിക്കുവാൻ, ആമേൻ ചില പ്രതികൂല സാഹചര്യങ്ങളെ ചലിപ്പിക്കുവാൻ, ആമേൻ ചില വിശ്വാസം ഇന്ന് രാത്രി പകൽക്കാലം ഉണരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ ചിലരുടെ ഹൃദയങ്ങളിൽ ആത്മാവിൽ തീ കത്തിക്കൊണ്ട് ഇന്ന് രാത്രികാലം ദൈവവേദന നീ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചാരാധിക്കുവാൻ തയ്യാറായെങ്കിൽ നിന്റെ വിശ്വാസ തലം ഉയരുവാനിടയായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയമാ, മാറ്റി വെച്ച വിഷയമാ. പക്ഷെ ദൈവാത്മാവ് പറയുന്നു ആമേൻ ദൈവശക്തിയാൽ, ആമേൻ ഇത് ശക്തിയാൽ അല്ല, സൈന്യത്താൽ അല്ലെന്നേ. ആമേൻ സ്തോത്രം. ലോകത്തിന്റെ ഒരു ശക്തിയും പവറും അധികാരവും അതോറിറ്റിയും ഒന്നുമല്ല. ആമേൻ സമയം ദൈവത്തിന്റെ ശക്തിയാൽ, സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. പറയാമോ? ആമേൻ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിച്ചത് മുഴുവൻ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ആമേൻ ശക്തിയാലും ദൈവകൃപയാലാണ് ഞാൻ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ ആമേൻ കീവേഡ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആമേൻ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയിലെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ ലോകത്തിൽ പോയി മുഴുവൻ സാക്ഷ്യം പറയുവാനല്ല. ആമേൻ. ഒരുപക്ഷെ സാധ്യമാകുന്നില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നിന്റെ ശബ്ദം ദൈവശക്തിയായി ലോകത്തിൽ മുഴങ്ങി കേൾക്കുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. റാന്നിയുടെ ഒരു കൊച്ചു കോണിരിക്കുന്ന ജോയ് സിസ്റ്ററിനെ ആമേൻ ലോകം, സൗദി അറേബ്യയിലും ലോകത്തിലും ഇന്ന് ജെറയ മിനിസ്ട്രി അറിയുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലന്മാരെ ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞ് അവരെ തൊടുന്നിടത്തെല്ലാം ആമേൻ പ്രാർത്ഥിക്കുന്നിടത്തെല്ലാം ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. വിശ്വസിക്കാമോ? ആമേൻ. മർക്കോസിന്റെ മാളികയിൽ പ്രാർത്ഥിച്ച ശക്തിയാണ് അവരെ പിന്നത്തേതിൽ ആമേൻ സ്തോത്രം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉയർത്തി കൊണ്ടുപോയെങ്കിൽ ആമേൻ ഈ ചെറിയ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ദൈവവേദനെ നീ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, വിശ്വാസത്തിൽ കൂടി വചനം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ഒന്നുകൂടി പോണ്ടെന്നേ. ഉപവാസവും പ്രാർത്ഥനയും ആമേൻ കണ്ണുനീര് കൊണ്ടോ പരിശുദ്ധ ആത്മശക്തി പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഇന്ന് രാത്രികാലം വിടുതലിന്റെ ദിവസമാ. ആമേൻ. അത് ഭൗതിക വിടുതൽ അല്ലെന്നേ. ആമേൻ. ആത്മീക വിടുതലിനോട് ഭൗതിക വിടുതലും ദൈവം തരുവാൻ മതിയായ ദൈവം. ഒരിക്കലേ ആമേൻ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്താണ് ഈ ദേവാലയത്തിലേക്ക് കടന്നിരുന്നത് അല്ലേ? പ്രാർത്ഥനാ സമയത്ത് അവിടെ അവൻ 2-ാമത്തെ വാക്യം വായിക്കുന്ന, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരുടെ ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ കൗരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നു കണ്ടിട്ട് ഇന്ന് രാത്രികാലം ആമൻ ചിലത് കണ്ട് ആമൻ ദൈവത്തോട് ചോദിക്കണം. ഇനി ചിലത് കണ്ട് ദൈവത്തോട് ചോദിക്കണം. ചില ദൈവപ്രവൃത്തി കണ്ട് ദൈവത്തോട് ചോദിക്കുവാൻ തയ്യാറായെങ്കിൽ ഹല്ലേലൂയ പോകുന്നതിന്റെ ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ എന്ത് ചെയ്തു? അവനെ ഉറ്റുനോക്കി.
ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ആമേൻ നിന്നെ ഉറ്റുനോക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവത്തിന്റെ ഒരു നോട്ടം മതി, ദൈവത്തിന്റെ ഒരു നോട്ടം മതി. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. വയലിന് അധ്വാനിച്ചു വന്ന കുറേനക്കാരനായ ശിമയോനുണ്ടല്ലോ, ആമേൻ ആ പാവ മനുഷ്യൻ ഹല്ലേലൂയ വളരെ ക്ഷീണിതനായി ആമേൻ മടന്നു വരുമ്പോൾ, ക്ഷീണിച്ചു വരുമ്പോൾ അവൻ എന്ത് ചെയ്തു? ആമേൻ നിർബന്ധത്താൽ ആമേൻ റോമ പട്ടാളക്കാരന്റെ ചാട്ടവാറിന്റെ വീശല് കേട്ട് അവന്റെ കണ്ണുരുട്ടി അവന്റെ നോട്ടം കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇവൻ പ്രേരണയായ യേശുവിന്റെ കുരിശ് ഒന്ന് തോളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. യേശു ഒന്ന് അവനെ തിരിഞ്ഞു നോക്കിക്കാണും. ഇന്ന് രാത്രി കാലം ആമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ദൈവം ഒന്ന് നോക്കട്ടെ. യേശു അവന്റെ ആമേ സ്വത്രം ആ ക്രൂശിനെ ഒന്ന് തൊട്ടവനെ ഒന്ന് നോക്കിയപ്പോൾ അലക്സാണ്ടറിനെയും രൂപസിനെയും ദൈവത്തിന്റെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചെങ്കിൽ ഇന്ന് രാത്രി കാലം സ്തോത്രം ഒരുവന് പീലാത്തോസിന്റെ അതേ സ്ഥാനത്തിരിക്കുവാൻ ആമേൻ ദൈവം ഇടയാക്കിയെങ്കിൽ, ഒരുവന് പത്രോസിന്റെ അതേ സ്ഥാനത്തിരിക്കുവാൻ ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവം ഇതിലെ ആമേൻ പ്രാർത്ഥിക്കുവാൻ, ആമേൻ ഈ ക്രൂശ് ചുമക്കുവാൻ, ഒന്ന് വേണ്ടെന്നേ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഫ്ലെയർ ഒന്ന് ഷെയർ ചെയ്യുവാൻ നീ തയ്യാറായെങ്കിൽ നീ സുവിശേഷവേയിൽ പങ്കാളിയാണെന്ന് ദൈവവചനത്തിലെ സ്തോത്രം. അരുതാത്തവർ ഒന്ന് ഷെയർ ചെയ്യുവാനല്ല ഞാൻ പറയുന്നത്. ആമേൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, ആമേൻ നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ ആയുസുണ്ടെങ്കിൽ യെസ് ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പൊ പത്രോസ് അങ്ങോട്ട് പറയുകയാണ്, ആമേൻ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. ഇന്ന് രാത്രി കാലം പറയാമോ? വെള്ളിയും പൊന്നും അല്ല ഞങ്ങൾക്കുള്ളത്, യേശുവിന്റെ നാമത്തിൽ നടക്ക. ആമേൻ ആ നാമത്തിന്റെ ശക്തി ഇന്നും വ്യാപരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചെങ്കിൽ ക്ഷണത്തിൽ, യെസ് ഇന്നല്ല നാളെ അല്ല ഒരാഴ്ച കഴിഞ്ഞല്ല, ക്ഷണത്തിൽ ഇൻസ്റ്റന്റ് ഒരു ഹീലിംഗ്. ആമേൻ അവന്റെ കാലും നരിയാണി ഉദിച്ചു. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു? കുതിച്ചെഴുന്നേറ്റു. അവിടെയാണ് അടുത്ത സ്തോത്രം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ആമേ ചുറ്റുപാട് നോക്കി ആരും കണ്ടില്ലെന്ന് വീട്ടിൽ പോകും. സ്തോത്രം ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനാണ് ആമേൻ നന്ദിയുള്ളവൻ. സ്തോത്രം അവൻ എന്ത് ചെയ്തു? നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ പോയത്. ഹല്ലേലൂയ വിശ്വസിക്കാമോ ജോയ് സിസ്റ്ററെ? ആമേൻ വീട്ടിലേക്കല്ല പോയത്. ആമേൻ ചെന്ന അഭിഷിക്തന്മാരുടെ കൂടെ അപ്പോസ്തലന്മാരുടെ നടന്നും തുള്ളിയും ദേവാലയത്തിൽ ചെന്ന് ആമേൻ ദൈവത്തെ പുകഴ്ത്തി നോക്കി. ആര് കണ്ടു? ജനം കണ്ടു. ആമേൻ ജനം കണ്ടെന്നേ സ്തോത്രം. അവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷയായിട്ടിരുന്നവനല്ലേ എന്ന് ആമേൻ സ്തോത്രം ചോദിച്ചു. അവന് സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും പലർക്കും വിസ്മയമാ, പലർക്കും അതിശയമാ, പലർക്കും അത്ഭുതമാ. അല്ലേ? സങ്കീർത്തനത്തിൽ വായിക്കും, നീ ഒരു അത്ഭുത വിഷയമായിരിക്കുന്നു. ആമേൻ ഇന്ന് രാത്രി കാലം വ്യക്തികളോട് ആത്മാവ് വിവേചിച്ച് പറയുവാണ്, നീ പലർക്കും ഒരു അത്ഭുത വിഷയമാ. ഇന്ന് രാത്രി കാലം ഏൽപ്പിക്കാമോ? ആമേൻ അപ്പോസ്തലന്മാര് പറയുകയാണ്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ആമേൻ ഭക്തി കൊണ്ടോ അല്ല, പിന്നെ ആമേൻ ഞങ്ങളുടേതല്ലാത്ത ഒരു ശക്തി. യെസ് അതാണ് ആമേൻ ദൈവത്തിന്റെ ശക്തി. ആ ശക്തി ആമേൻ നിങ്ങളുടെ മേൽ നമ്മുടെ മേൽ വരുമ്പോൾ ആമേൻ സ്തോത്രം അത് ദൈവപ്രവൃത്തിയുടെ ആമേൻ സ്തോത്രം ആമേൻ കാരണമായി തീരും. ആ ശക്തി ഇന്ന് രാത്രികാലം ഈ സൂം പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കട്ടെ. ആമേൻ അപ്പോസ്തലന്മാരുടെ ആമേൻ സ്തോത്രം ആമേൻ പേരെന്താണ്? അപ്പോസ്തലന്മാരെ ലോകം എങ്ങനെ വിളിച്ചത്? നമ്മൾ പറയും അപ്പോസ്തലന്മാര് ശിഷ്യന്മാരെ, എന്നാൽ ഉപദേശിമാരെ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ഒന്നല്ല വിളിച്ചില്ല. ആമേൻ പിന്നെ എങ്ങനെ വിളിച്ചേ? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ. യെസ് ഇന്ന് രാത്രികാലം അയ്യോ ആ പാസ്റ്റർക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, വിവരമില്ലല്ലോ, പഠിത്തമില്ലല്ലോ എന്ന് പറഞ്ഞ് അവന്റെ അഭിഷേകമുള്ളതോട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? ഭോഷന്മാരെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ജ്ഞാനികളാക്കി ദൈവവചനം ഉള്ളിക്കൊടുത്തുകൊണ്ട് ഞങ്ങളെ പോലുള്ള ഭോഷന്മാർ എഴുന്നേറ്റ് ദൈവപ്രവൃത്തി ആമേൻ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ശക്തി ഈ സൂം പ്ലാറ്റ്ഫോമിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആമേൻ 51 ഡിവൈസിലും വ്യാപരിക്കട്ടെ ഇന്ന് രാത്രി കാലം. ആമേൻ ചിലർ ചോദിക്കും, ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ആമേൻ ഇതെന്താണ്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രികാലം ആ ശക്തി എവിടുന്ന് വരുന്നു? നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തന്നെയല്ല ആമേൻ ബലമില്ലാത്തവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ബൂസ്റ്റും ഹോർലിക്സും അല്ലെന്നേ ബലം വർദ്ധിപ്പിക്കുന്നത്. പിന്നെയോ ആമേൻ സ്വന്തം ബലമില്ലാത്തവന്റെ പ്രാർത്ഥനയിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആമേൻ അവൻ ദൈവശക്തി പ്രാപിക്കുവാനിടയായി
തീരും. പ്രൈസ് ദി ലോർഡ്. അല്ലെ, തുടർന്ന് അർത്ഥവാക്യം, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ആമേൻ. ബാല്യക്കാരൊക്കെ ക്ഷീണിച്ച് തളർന്നു പോകും ദേവദാസനെ. ഹല്ലേലൂയ. യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ എങ്കിലും എങ്കിലും ഈ ബന്ധു ഹല്ലേലൂയ ആമേൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യെസ്, ഇന്ന് രാത്രികാലം കാത്തിരിക്കുന്ന ദൈവജനമേ, ഒരു ശക്തി ഒന്ന് റിനീവ് ചെയ്താട്ടെ. ആ ശക്തി എപ്പോഴും മാത്രമല്ല, അവരെന്ത് കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുവാൻ ഇടയായിത്തീരും. ആമേ സ്തോത്രം. കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. നമുക്കറിയാമല്ലോ, അതിനെ ഞാൻ വിശദമായിട്ട് പോവുകയില്ല. ആമേ സ്തോത്രം. അവർ തളർന്നു പോകുകയോ തളർന്നു പോകാതെ ഓടുകയും ആമേ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ ശക്തി എത്ര പേർക്ക് പ്രാപിക്കുവാൻ കഴിയും? എത്ര പേർ ആഗ്രഹിക്കുന്നത് ഈ ശക്തി എല്ലെന്ന് വരണമേ? ഈ ശക്തിയുടെ പേരാണ് ഹല്ലേലൂയ. ഇതിന് പൗലോസ് അപ്പോസ്തലൻ ഇട്ടൊരു പേരുണ്ട്, അറിയാമോ? ഈ അത്യന്ത ശക്തി മൺകൂടാരത്തിൽ, യെസ്, നമ്മളെ പോലുള്ള മനുഷ്യരുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തി, പരിശുദ്ധാത്മ ശക്തി. സ്വത്രം. ഇന്ന് രാത്രികാലം ചില ക്യാൻസർ ആ ശക്തിക്ക് മുമ്പിൽ സൗഖ്യമായി തീരുന്നു. ചില ട്യൂമറുകൾ ഇന്ന് രാത്രികാലം ആ ശക്തിയുടെ മുമ്പിൽ സൗഖ്യമാക്കി തീരുന്നു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കാമോ? ചില ദുഷ്ടശക്തികള് ദൈവശക്തിയുടെ വ്യാപാരം വരുമ്പോൾ ഓടിപ്പോകുന്നു. അനേക സ്വത്രം സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട് ജീവിതത്തില്. അതൊന്നും പറയുവാനുള്ള സമയം എടുക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഏറ്റെടുത്താൽ സ്വതന്ത്രം സ്വസ്ഥമായി കിടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിശ്ചലമായി കിടക്കുന്ന ഇന്ന് രാത്രികാലം സ്തോത്രം ചലിച്ച് നീർച്ചാലാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം സ്വർഗ്ഗത്തോട് വിടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒരു പ്രാർത്ഥന ഉണ്ട് 19-ാമത്തെ വാക്യത്തില്. അവൻ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിച്ച് കാറും വീടും വേണം എടുക്കാനല്ല പറഞ്ഞത്. അവനത് പ്രാർത്ഥിക്കുന്ന തെറ്റല്ലെന്നല്ല ഞാനും പ്രാർത്ഥിക്കുന്ന. പക്ഷെ പൗലോസിന്റെ പ്രാർത്ഥന അറിയാമോ? ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണമെന്ന് ഇന്ന് രാത്രികാലം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയും, എന്ത് പറയണം? അളക്കാൻ പറ്റാത്ത അൺമെഷറബിൾ ഒരു പവർ, ഹല്ലേലൂയ, ഒരു ശക്തി, ആ വലിപ്പം നിങ്ങൾ അറിയണമെന്ന്. യസ്ത്രം. നമ്മുടെ ഒരു കുഴപ്പം എന്താ അറിയാമോ? നമുക്ക് അറിയാണ്ടൊന്നും നമ്മൾ അറിയാൻ ആഗ്രഹിക്കത്തില്ല. അറിയാണ്ടതാത്ത മുഴുവൻ നമുക്ക് അറിയുകയും ചെയ്യണം. അതിനു വേണ്ടി അപാര അറിവാണ്. യെസ്, നിങ്ങൾ എന്നോട് സമ്മതിച്ചാലും ഇല്ലല്ലോ, അറിയണ്ടാത്തതിനെ പറ്റി ഇത്ര അറിവുള്ള ഒരു ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അറിയേണ്ടത് ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിലേക്കൊന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? നമ്മുടെ എല്ലാം പ്രാർത്ഥന വിഷയമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അമേരിക്കയ്ക്ക് പോകണം, UK പോകണം, ഓസ്ട്രേലിയക്ക് പോകണം, അയർലൻഡ്, നല്ല കാര്യം പ്രാർത്ഥിച്ചു. പക്ഷെ ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ 26 വർഷത്തെ ഇന്ന് വരെ ഒരു 1000 പ്രാർത്ഥനാ വിഷയം ദിവസവും, ഇന്നലെ തന്നെ 9-10 പേര് വിളിച്ച് പ്രാർത്ഥിച്ചു രാത്രി തന്നെ. ഞാൻ പറഞ്ഞത്, പക്ഷെ ഇന്ന് വരെ ജോയ് സിസ്റ്ററെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിക്കാൻ ആരും നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സ്വത്രം. പ്രാർത്ഥനയോടെ രാജപാസ്റ്റർ ഇല്ലല്ലോ. സ്വത്രം. എല്ലാവരും എന്താണ് പോകണം. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇനിയും തൊട്ട് എൻ്റെ തലമുറ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് മാത്രമല്ലെന്നേ, അത് സേവിക്കണം തീർച്ചയായിട്ടും. സ്വർഗത്തിൽ പോകണം. യെസ്, നിത്യത പ്രാപിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? ഏറ്റവും വലിയ വാഗ്ദത്തം എന്തുവാ? നിത്യജീവനാണ്. ഈ ലോകത്തിലെ നശ്വരമായത് നമ്മുടെ കുഴിമാടത്തിന്റെ വരെ ഉണ്ടെന്നേ, അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ പോകുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബിസിനസ്സുകാരൻ സ്നേഹിതൻ ഈ അടുത്തോടെ മരിച്ചു. ഞാൻ ആ ഫുണറലിന് പോയി. സ്തോത്രം. ഞാൻ കണ്ടൽ വെച്ച് ഏറ്റവും വലിയ ഫുണറലായിരുന്നു. ഒരു സംസ്കാര ശുശ്രൂഷയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ലാസ്റ്റ് മൊമെന്റ് പരിതാപകരമായ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ ചിന്തിക്കുവാനിടയായി. ഓരോ ശവസംസ്കാര ശുശ്രൂഷയും കാണുമ്പോൾ നമ്മൾ അടുത്ത ക്യൂവാ. നാളെ നമ്മളായിരിക്കും അടുത്ത ക്യൂവില്. നമുക്ക് പറയാൻ പറ്റുന്ന സമയം ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ മരിക്കില്ല? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ചിന്തിക്കണമേ, ഈ പരിശുദ്ധ ആത്മശക്തി എനിക്കൊന്ന് പ്രാപിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ നിത്യതയിൽ അവകാശികളായി തീരണം. നമ്മള് പ്രസംഗിച്ചിട്ട്, ഞാൻ എന്നെ തന്നെ പറ്റും പറയാം, പ്രസംഗിച്ചിട്ട് ഓടിയത്, എൻ്റെ വൈഫ് എപ്പോഴും പറയും, പ്രാർത്ഥിക്കുന്ന, ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി പോകാതെ
നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, ആമേൻ ഈ ശക്തി നമ്മൾ പ്രാപിക്കുന്നില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, നമുക്ക് നമ്മുടെ ജീവിതം വേസ്റ്റ് ആണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനില്ലേ. അല്ലേലും ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കണം. ആമേൻ സ്തോത്രം. അപ്പോൾ ആമേൻ സ്തോത്രം, പൗലോസ് പ്രാർത്ഥിക്കുന്ന എഫേസ്യ സഭയോർത്ത്, ആമേൻ ഈ സഭയുടെ കണ്ണ് തുറക്കണം. എങ്ങനെ? ഈ ശക്തി അറിയാൻ. നമുക്ക് പ്രാർത്ഥിക്കാമോ? ആമേൻ സ്തോത്രം. സഭയുടെ സഭ അറിയേണ്ട വിഷയമാണ് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിയുടെ വലിപ്പം. സഭ, ദൈവമക്കൾ, ദൈവശനം അറിഞ്ഞിരിക്കണം. സ്തോത്രം. നമ്മെ സ്തോത്രം ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്കൊരു രാത്രിയായിരുന്നു. ജോസഫ് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. ഞാനൊരു സഹോദരി വിളിച്ചു പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, തല പെരുത്തു പോകുന്നു, ഭയങ്കരമായ തല കറങ്ങി പോകുന്നു, അങ്ങനെ നോസിയ എഫക്ട്. ഞാനൊരു മരുന്നെടുത്തിരുന്നു, അതിന്റെ എഫക്റ്റ് ആണ്. ആമേൻ സ്തോത്രം. ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു 3 മണിക്കൂർ ഞാൻ ഉറങ്ങി. കറക്റ്റ് 4 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. ആമേൻ. ഇവിടുത്തെ 6 മണിക്കാണ് നിങ്ങളുടെ മീറ്റിംഗ് തുടങ്ങുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ സമ്മേളന വെളുപ്പിന് 2 മണിക്കൂർ ഇറങ്ങി. ആമേൻ. കുളിച്ചു പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സഭയോട് എന്താണ്, ഈ മീറ്റിങ്ങിനോട് എന്താണ് പറയേണ്ടത്? ഒത്തിരി ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു, ഒത്തിരി അനുഭവങ്ങൾ വന്നു. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ ഈ ആമേൻ സ്തോത്രം ഇവിടെ പറഞ്ഞ് കറക്റ്റ് 5 മണിക്ക് 4:50 മുമ്പായിട്ട് 4:45 ഈ സൂം ഓൺ ചെയ്ത് വിടുന്നു. ആമേൻ സ്തോത്രം. ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞാണ് ജോയ് സിസ്റ്റർ വന്നത്. ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ദൈവത്തെ പിന്നെ ഇവിടെ പ്രാർത്ഥനയുടെ ഒരു ആമേൻ സ്തോത്രം ഒരു ശൃംഖലയായിരുന്നു. പിന്നീട് ഞാൻ പറയുകയാണ്, വളരെ പ്രാർത്ഥിക്കുന്ന ദൈവസഭ അല്ലെങ്കിൽ കൂട്ടായ്മ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന്റെ മാളിക മുറി നിറച്ച പരിശുദ്ധാത്മാവ്. യെസ്, ഞാൻ ഇങ്ങനെയാ പറയുന്നത്. മർക്കോസിന്റെ മാളിക മുറി ആത്മാവിനെ കൊണ്ട് ദൈവം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചു. അതുകൊണ്ടാണ് അവിടെ നിന്നവരെല്ലാം അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്നത്. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പകർന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, പൗലോസിന്റെ ഉള്ളത്തെ നിറച്ച പരിശുദ്ധാത്മാവ്. ഏറ്റെടുക്കാമോ? ആമേൻ സ്തോത്രം. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, മർക്കോസിന്റെ മാളിക നിറച്ച പരിശുദ്ധാത്മാവ്, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പകർന്ന പരിശുദ്ധാത്മാവ്, പൗലോസിന്റെ ഉള്ളത്തിൽ നിറച്ച പരിശുദ്ധാത്മാവ്, ആമേൻ, ശിഷ്യന്മേൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വാഴുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിന്റെയും ഹൃദയത്തിൽ ഉള്ളിൽ ആമേൻ ഇന്ന് രാത്രി പകൽക്കാലം വ്യാപരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിന്റെ മേൽ പകർന്ന ശക്തി ഇന്ന് രാത്രി കാലം ആമേൻ നമ്മുടെ കൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ സമയം പോകുന്നല്ലോ. ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ വീടുകളില് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഈ ബക്കറ്റ്, നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ സ്തോത്രം, ബക്കറ്റ് അങ്ങോട്ട് ടാപ്പിന്റെ മുന്നേ വെക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നി ബാത്റൂമിന്റെ ടാപ്പ് വെച്ചിട്ട് ഹൈ ലെവലിൽ നിൽക്കുന്ന ടാപ്പ്, അതിന്റെ അടിയിലോട്ട് നമ്മൾ ബക്കറ്റ് വെച്ചിട്ട് ഈ വെള്ളം അങ്ങോട്ട് തുറക്കുന്നുണ്ടെങ്കിൽ ആദ്യം ബും ബും എന്നൊരു സൗണ്ട് വെക്കും. കാരണം എന്താണെന്നറിയാമോ? ആ ബക്കറ്റിൽ ഒന്നുമില്ല, എംറ്റിയാ. ആമേൻ സ്തോത്രം. കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ആമേൻ ഈ ബക്കറ്റ് നിറഞ്ഞു കവിയുമ്പോൾ ആമേൻ നമ്മുടെ അമ്മ അടുക്കളയിൽ നിന്ന് ചോദിക്കും, എടാ മോനെ, ബക്കറ്റ് അടച്ച് വെള്ളം അടക്കടാ, വെള്ളം നിറഞ്ഞു പോകുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം നിന്റെ ആമേൻ നീ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുമ്പോൾ മറ്റുള്ളവർ അറിയാതിരിക്കണം. അതെങ്ങനെ അറിയണം? കേൾക്കുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ അറിയണം. നിന്റെ ശുശ്രൂഷ കാണുമ്പോൾ, ആമേൻ, നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയണം, ഇത് പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ദിവ്യാഗ്രഹമുള്ള ആമേൻ നിലകൾ നമ്മൾ വ്യത്യസ്തപ്പെട്ട് വേറിട്ട് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറായെങ്കിൽ ദൈവവേദനെ ആമേൻ ഞാനും നിങ്ങളും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. ഇന്ന് രാത്രി കാലം ദൈവകരങ്ങളെ കേൾപ്പിക്കാം. ആമേൻ. ഞാൻ താമസിച്ച വീടിന്റെ താഴെ ഒരു കിണറുണ്ടായിരുന്നു. ഞാൻ വീട്ടിലൊരു വീട്ടിലുണ്ട്, താഴെ ഒരു കിണറുണ്ട്, തോടിന്റെ സൈഡാക്കണത്. ഞങ്ങളൊക്കെ ഗ്രാമത്തിൽ ആയിരുന്നു വളർന്നു വന്നത്. ആ തോടില് ഒത്തിരി ഒരു 10-80 പേര് വന്ന് രാവിലെ വെള്ളം കോരും. ഇത് വറവ് കാലത്ത് മഴക്കാലമാകുമ്പോൾ ഈ കിണർ എന്ത് ചെയ്യും? നിറഞ്ഞിങ്ങനെ കവിയും. ഉണക്കുകാലാവുമ്പം ഈ പാള കൊണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് വെള്ളം കോരുത്. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പാള കൊണ്ട് വെള്ളം കോരിയ അനുഭവമുണ്ട്. എന്നാൽ ഈ മഴ വരുമ്പോഴല്ലോ ഇത് നിറഞ്ഞ് കവിഞ്ഞൊരു അനുഭവം, ഒരു നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. നമ്മുടെ ആത്മീയ ജീവിതം പരിശുദ്ധാത്മാവിലെ നിറഞ്ഞ് കവിയുവാൻ ഇടയാകുന്നുവെങ്കിൽ ആമേൻ അതിലപ്പുറം ഒരു അനുഗ്രഹം ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് നാട്ടിലെ റബ്ബർ വെട്ടുന്നു. നിങ്ങളെല്ലാം അത് ഇൻവോൾവ് ആയിരിക്കും, നാട്ടിലുള്ളവർക്ക് അറിയാമല്ലോ, എന്നേക്കാൾ അറിയാമായിരിക്കുമല്ലോ. പക്ഷേ ഈ റബ്ബർ വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ വെട്ടുന്ന ആള് ഈ ചിരട്ട ഓർഡറിലൊന്നുമല്ല വെക്കുന്നത്. ചിലത് ഇങ്ങനെ വെച്ചിട്ട് പോവാം തിരക്കിനിടയിൽ, ചിലത് തിരിച്ചു വരും. ഈ നല്ല മഴ ശക്തിയായിട്ട് പെയ്യും ഇല്ലേ? ദേവാസനം കേൾക്കുന്നുണ്ടല്ലോ, നല്ല ശക്തിയായിട്ട് മഴ പെയ്യും. അപ്പൊ ഇങ്ങനെ നല്ല കറക്റ്റിൽ ആ ചില്ലിന്റെ ഇടയ്ക്കിരിക്കുന്ന ചിരട്ട നമ്മൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഫുൾ നിറഞ്ഞിരിക്കും. ചിലത് ചരിഞ്ഞിരിക്കുന്നെങ്കിൽ ആ വെള്ളം പകുതി പോകും. ചിലത് കമന്നായിരിക്കുന്നത്,
ചിലത് നിലത്താ കിടക്കുന്നത്. ഇതേ അനുഭവമാണ് നമ്മുടെ ആത്മീയ ശുശ്രൂഷയിലെ. പാസ്റ്റർമാരുടെ ശുശ്രൂഷ അല്ല കുഴപ്പം, വചനത്തിനല്ല കുഴപ്പം, പരിശുദ്ധാത്മനല്ല ബിസംബദര കുഴപ്പം. കുഴപ്പമാർക്കാ? എനിക്കാ. എന്റെ ഇരിപ്പ് ശരിയല്ല. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവ് എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നോട് കേൾക്കുന്ന വചനം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തരണം, വിടുതലായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചലമായ മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയും കഴിയും. നിന്റെ വിഷയം ചലിക്കുന്നത് നിന്റെ വിശ്വാസത്താൽ നീ കാണുവാൻ ഇടയായി തീരുവെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ വിശ്വസിക്കാമോ? നിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി. പൗലോസ് അപ്പോസ്തലൻ അതിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? കൊരിന്ത്യലേഖനത്തിലെ ഈ 2-ാം അധ്യായം 2 കൊരിന്ത്യർ 4:7 പറയുന്നതാണ്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം. സ്തോത്രം. ഇത് ദാനമാന്ന്. ഇത് ദാനമാ, ദൈവത്തിന്റെ ദാനം. വിശ്വസിക്കാമോ? ഈ ദാനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ നമ്മുടേക്ക് അത് പകരുവാൻ ഇടയായി തീരും. ഈ നിക്ഷേപം എവിടെ നിശ്ചയിച്ചത്? സ്വത്രം മൺപാത്രം. അങ്ങനെ സ്വത്രം ആ ശക്തി ക്രിസ്തുവിനും വ്യാപരിച്ചു. അവനെ മരിച്ചവനെ ഉയർപ്പിക്കുകയും മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ലെന്ന് ഈ ശക്തിയുടെ മുമ്പിൽ. ഈ ശക്തി വ്യാപരിച്ചാൽ ഈ ലോകത്തെ ഒരു ശക്തിക്കും, നിന്റെ ശത്രു എത്ര ബലവാൻ, എത്ര സ്ട്രോങ് ആയിക്കോട്ടെ, എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കോട്ടെ, എത്ര ബലവാൻ ആയിക്കോട്ടെ, എത്രമാത്രം സ്വത്രം ശക്തി ഉണ്ടായാലും നിന്നെ ഈ ശക്തിക്ക് മുമ്പിൽ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്ന ശക്തി ദൈവത്തിന്റെ ശക്തിയാ. ഇതാണ് യേശു ക്രിസ്തുവിനെ കല്ലറയിൽ ഉയർപ്പിച്ച ശക്തി. നമുക്കറിയാമല്ലോ, റോമ ഗവൺമെന്റ് സ്വത്രം ഒരു ഇമ്പീരിയൽ സീല് വെച്ച് ഒരു കല്ല്, കാളവണ്ടി ചക്രത്തിന് വലിപ്പോടെ ഒരു കല്ല് ഉരുട്ടി വെച്ച് അവിടെ പാറമ്മയും ചങ്ങലയും കൂടെ സ്വത്രം പാറയും ഈ കല്ലും കൂടെ തുളച്ച് ചങ്ങലയിട്ട് ബന്ധിച്ച് റോമ ഗവൺമെന്റ് ആ ഇമ്പീരിയൽ ആ സീലും മുദ്ര ചെയ്തിട്ട് അനക്കരുത്. കാരണം എന്നറിയാമോ? ഇവൻ എഴുന്നേറ്റ് പോകുമെന്ന്, ഈ ചതിയൻ എഴുന്നേറ്റ് പോകുമെന്ന് ആരോ പറഞ്ഞത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ടെൻഷനായി. പക്ഷേ ഈ ശക്തിക്ക് പോലും, ഇതിനു പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, അല്ലെങ്കിൽ പുനരുത്ഥാന ശക്തിയിൽ യേശുവിനെ അവിടെ ഇരുത്തുവാൻ കഴിഞ്ഞില്ലെന്ന് ആ ശക്തി തുറന്ന് ആ കല്ലട തുറന്ന് യേശുവിന്റെ ശക്തി യേശുവിനെ ജീവിപ്പിച്ചെങ്കിൽ ചില ശരീരത്തിൽ പകൽക്ക് ശുശ്രൂഷയില് രോഗസൗഖ്യം വ്യാപരിക്കുന്നവർ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവർ പിന്നീട് ജോയിസിനോട് പറയണം. ചിലരുടെ സ്വത്രം സൗഖ്യം ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ മാറുകയാണ്. യേശുവിന്റെ നാമത്തിലെ റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ സീല് സ്വത്രം കല്ലറയിൽ വെച്ച് അവർ ഒതുക്കുവാൻ കഴിയാത്ത സ്വത്രം ആ ദൈവശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടാരത്തിൽ, നമ്മുടെ ജീവ തലമുറമേൽ വ്യാപരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സ്വർഗത്തിന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ അടുത്ത വാക്യം, 22-ാമത്തെ വാക്യം, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവന്റെ സർവത്തിനും മീതെ തലയാക്കി. യെസ്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ. ആരാ നിറയ്ക്കുന്നത്? നമ്മളല്ലെന്നേ. എല്ലാത്തിന്റെ എല്ലാം നിറയ്ക്കുന്നവനായ അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്ത അധികാരം എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു പവർ ആൻഡ് അതോറിറ്റി സഭയുടെ ദൈവദാസന്മാരെ പകർന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്താക്കുവാനിടയായിത്തീർന്നു. ഞാൻ ഇവിടെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം എന്റെ മുമ്പിൽ ശുശ്രൂഷിക്കുവാൻ ഇനിയും ഒത്തിരി വാക്യങ്ങൾ, വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ ഒരു എന്റെ ഇവിടെ സൂം നടത്തണം. അതുകൊണ്ട് ഞാൻ നേരെ നിർത്തുകയാണ്. ദൈവം നമ്മെ സഹായിക്കേണ്ട അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഒരു അവസരം ലഭിക്കുന്നുവെങ്കിൽ ദൈവം നമുക്കൊന്ന് ശുശ്രൂഷിക്കാൻ അവസരം തരും. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ടച്ച് ചെയ്തവർ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ഇടപെട്ടതോർ സ്തോത്രം, ചില ബലപ്പെടുത്തിയവർ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവ് ദാസിയെ കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കുക നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഞങ്ങളെ ആത്മാവിനും വചനത്തിൽ കർത്താവ് ഞങ്ങളെ നിറച്ചതോർ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരുവചനത്തിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കാൻ സ്തോത്രം. ഈ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് ദൈവനാമത്തെ തീർക്കണം. അതിനെ സഹായിച്ചവർ സ്തോത്രം. കടന്നു എല്ലാവരും ഒന്നിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.